വയനാട് തുരങ്കപാത നിർമ്മാണത്തിന്റെ അതായത് ഔദ്യോഗികമായ തുടക്കം ഇന്നുണ്ടായി. അതായത് പാറ പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി തന്നെ നിർവഹിച്ചു. അതായത് കുറെ കോളിളക്കങ്ങളും കുറച്ച് വിവാദങ്ങളും അതായത് പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു വയനാട് തുരങ്കപാത എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉയർന്നു വന്നത്. പക്ഷെ നമ്മുടെ ഈ പറയുന്ന സർക്കാരിന്റെ ഇതുവരെയുള്ള അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഇലക്ഷൻ അടുത്തു വന്നു, ഇതുവരെയുള്ള ഭരണ മികവിലെ ഒരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിന് തുടക്കം ഇട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഈ വയനാട് തുരങ്കപാത കൊണ്ടുണ്ടാവാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഈ കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പോവാം. കോൺഗ്രസ് നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു പ്രോജക്റ്റിനെയും അംഗീകരിക്കുന്നില്ല. അതായത് സംസ്ഥാന സർക്കാർ, ഇതൊക്കെ സംസ്ഥാന സർക്കാരിന് ക്രെഡിറ്റ് കിട്ടുന്ന പരിപാടിയാണ്. ഇപ്പം നമുക്കറിയാം, കുതിരാൻ തുരങ്കം പാലക്കാട് പാതയിലുള്ളതാണ്. തൃശ്ശൂർ പാലക്കാട് പാതയിലുള്ള കുതിരാൻ തുരങ്കം എന്ന് പറഞ്ഞ തുരങ്കപാതയുണ്ട്. ആ തുരങ്കപാതയെ സംബന്ധിച്ച് തുരങ്കം നിലവിൽ വന്നതോടുകൂടി കിലോമീറ്ററുകളുടെ ലാഭവും യാത്രാ കുരുക്കും ഒരുപാട് യാത്രക്കാരെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് കുതിരാൻ തുരങ്കം. തന്നെയുമല്ല, കുതിരാൻ തുരങ്കം കാണാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാർ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം വയനാട് ഉള്ള ഈ തുരങ്കപാത, അതായത് കള്ളാടി, മേപ്പാടി, ആനക്കാംപൊയിൽ എന്ന് പറയുന്ന പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു തുരങ്കപാതയാണിത്. നിലവിൽ വയനാട്ടിലേക്കുള്ള നമ്മുടെ ഒരു 2 ചുരങ്ങളാണുള്ളത്. ഒന്ന് കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാനന്തവാടിയെ കണക്ട് ചെയ്യുന്ന ഒരു ചുരപാതയും, അതോടൊപ്പം തന്നെ താമരശ്ശേരി നിന്ന് കൽപ്പറ്റയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചുരവുമാണ്. അതാണ് പ്രസിദ്ധമായ താമരശ്ശേരി ചുരം. ഈ സിനിമ പപ്പുവിന്റെ വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന സിനിമയിലൂടെയാണല്ലോ ആ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ചുരം ഒരുപാട് ഹിറ്റായത്. ഇത് ശരിക്കും പറഞ്ഞാൽ വയനാടിന്റെ ഒരു വലിയ മുഖമുദ്രയായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒന്നാണ് ഈ ചുരം. പക്ഷെ ആ ചുരത്തിലൂടെ നമുക്ക് വയനാട് അല്ലെ കൽപ്പറ്റയിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2-3 മണിക്കൂറുകൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. വലിയ ദൂരമൊന്നും നമുക്ക് അവകാശപ്പെടാനില്ലെങ്കിൽ തന്നെയും 3 മണിക്കൂറിന് മുകളിൽ നമ്മൾ ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. യാത്ര എന്ന് പറഞ്ഞാൽ അസഹനീയമായ യാത്രയാണ്. ഇപ്പം മഴയോ അതുപോലെ മലയിടിച്ചിൽ അതുപോലുള്ള ഒരുപാട് പ്രാകൃതിക പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണം നമുക്ക് അവിടേക്ക് വയനാട്ടിലേക്ക് എത്താൻ, അല്ലെങ്കിൽ തിരിച്ചുള്ള ഇറക്കവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത്രയേറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് ഒരു ആനക്കാംപൊയിൽ നിന്ന് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു പാത വരുമ്പോൾ ഏകദേശം 42 കിലോമീറ്റർ ആണ് അവിടെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത് സാധാരണഗതിയിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ചുരം കയറേണ്ട, തുരങ്കപാതയിലൂടെ വളരെ എളുപ്പം ഈ പറയുന്ന മേപ്പാടി ആനക്കാംപൊയിലേക്ക് എത്താൻ കഴിയുമ്പോൾ നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നു. ഈ മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമെന്നോണം ഇപ്പൊ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് LDFന് കിട്ടിയിരിക്കുന്ന ഒരു വലിയ പ്ലസ് പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയാമല്ലോ. വയനാട് ഈ പറയുന്ന ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു വലിയ പ്രോജക്റ്റ് സംസ്ഥാന സർക്കാരാണ്, അവിടെ ഇടതുപക്ഷമാണെന്ന് ഞാൻ പറയുന്നില്ല, സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ പ്രോജക്റ്റ് അവിടെ വന്നു. കേരളത്തിന്റെ എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു സംഭവം കാണാനായിട്ട് നിരവധി ആളുകളാണ് അവിടേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു വയനാട് ഇപ്പോൾ വീട് കിട്ടിയ ടൗൺഷിപ്പിൽ വീട് കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പൊ ചായ ഇട്ട് ഒരു പരുവായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മിക്കപ്പോഴും ആളുകൾ ഇതൊക്കെ കാണാനായിട്ട് വരും. അപ്പൊ അവർക്കൊക്കെ വേണ്ടി മിക്കവാറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറാനുള്ള, ഇപ്പൊ വയനാട് കാണാൻ പോകുന്നവർക്ക് പൂക്കോട് ലേക്കും ഹാർട്ട് ഷേപ്ഡ് ലേക്കും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഇനി ടൗൺഷിപ്പ് കൂടി ഇതിന്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുമോ എന്നുള്ളതാണ് സംശയം. അപ്പൊ ആ നിലയ്ക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിന്റെ ഒരു വലിയ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രോജക്റ്റായി ടൗൺഷിപ്പ് വയനാട് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു തുരങ്കപാത കൂടി, ഈ ആനക്കാംപൊയിൽ മേപ്പാടി പാത കൂടി നിലവിൽ വരുമ്പോൾ സർക്കാരിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ എമർജിങ്, അല്ലെങ്കിൽ സർക്കാരിന് കിട്ടാൻ പോകുന്ന ഒരു ക്രെഡിബിലിറ്റിയെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സംഭവമാണ് നിലവിൽ വരുന്നത്. അപ്പം ഇതുവരെ താമരശ്ശേരി ചുരത്തിൽ ഒരു മലയിടിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാൽച്ചുരത്തിൽ ഒരു മലയിടിച്ചിൽ ഉണ്ടായി കഴിഞ്ഞാൽ, മാനന്തവാടി നിറങ്ങുന്ന ചുരത്തില് അവിടെ എവിടെയെങ്കിലും മണ്ണിടിഞ്ഞു കഴിഞ്ഞാൽ വയനാടിനുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും. വയനാട് എന്ന് പറയുന്ന ജില്ല തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് രോഗികളെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പൊ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് ഈ തുരങ്കപാത കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ദേഷ്യം വരുമോ വരാതിരിക്കുമോ? വരുമല്ലോ. ഇങ്ങനെ ഒരു മലയോര ഹൈവേ വന്നപ്പോഴും ഈ UDF എതിർത്താണ്. VD സതീശൻ പറയാം, എന്തിനാ മലയോര ഹൈവേ? നടത്തില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. തീരദേശ ഹൈവേ വന്നു, ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇതും വന്നു തുരങ്കപാത, ഞങ്ങൾക്ക് കൊക്കിന് ജീവനുണ്ടെ നടത്തില്ല എന്ന് പറഞ്ഞു.
അതായത് എൻ്റെ സുഹൃത്ത് രജനീഷ് എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള പിന്നെ ഇന്റർവ്യൂവിൽ തന്നെ രജനീഷുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട്, തുരങ്കപാത ഞങ്ങൾ നടത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് പുള്ളി പറയുന്ന പരിസ്ഥിതി ലോല മേഖലയാണ്. പിന്നെ ഘാട്ടിൽ, അതായത് വെസ്റ്റേൺ ഘാട്ടിൽ ഹോൾ ഇട്ടുകൊണ്ട് ഈ രീതിയിൽ ഒരു വലിയ തുരങ്കം ഉണ്ടാക്കിക്കൊണ്ട് നടത്തുമ്പോൾ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ, അതായത് നമ്മുടെ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി പ്രശ്നമൊന്നും ഇല്ല എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പും കിട്ടി. അതായത് ഫൈനൽ സ്റ്റേജ് 2 അനുമതി ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ യാതൊരു പാരിസ്ഥിതിക പ്രശ്നവുമില്ല എന്ന് കാണിക്കുന്നതാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 17.263 ഹെക്ടർ വനഭൂമി വിട്ടു നൽകുന്നതിൽ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓക്കെ, കേന്ദ്ര അനുമതി, അതായത് പിന്നെ വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്നും അനുമതി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോ ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് സംഘടിപ്പിച്ചത്. ശരിക്കും ഒരു സ്ഫോടനമാണ് അവിടെ ശരിക്കും നടത്തിയത്. ഒരു സ്ഫോടനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ശരിക്കും അതൊരു സ്ഫോടനമായി തന്നെ മാറി. ഇത് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ CPM അല്ലെങ്കിൽ CPM-നെതിരായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് UDF ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും, അതായത് വികസന വിരോധികളായി മുദ്ര കുത്തപ്പെടാൻ പോകുന്നത് UDF ആണെന്ന് പറയേണ്ടി വരും. അവര് എല്ലാത്തരം വികസനങ്ങളും, ഇപ്പം തീരദേശപാത നിലവിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണം തീരദേശത്തുള്ള സകലമായ ആൾക്കാർക്കും ആ ഗുണം കിട്ടുകയാണ്. മലയോര ഹൈവേയുടെ വികസനം വന്നു. മലയോര ഹൈവേയുടെ വികസനം വരുമ്പോൾ എത്രയോ അധികം ആൾക്കാർക്ക് മലയോര ഹൈവേ ഉപയോഗിച്ച് പോകാൻ കഴിയും. നമുക്കറിയാം, പുനലൂർ പിന്നെ കുളത്തൂപ്പുഴ വഴി കയറി പോകുന്ന റോഡുകളുണ്ട്. ഈ റോഡിലേക്ക് അതിന്റെ മലയോര ഹൈവേയുടെ വികസനം വരുമ്പോൾ എത്രത്തോളം ബെനിഫിറ്റ് അവർക്ക് കിട്ടും നമ്മൾ ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയപാത അതോറിറ്റി, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പരസ്യം വന്നില്ലേ, UDF-ന്റെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി കടപൂട്ടി പോവാണെന്ന് പറഞ്ഞിട്ട് പത്രവാർത്ത. അപ്പോൾ ദേശീയപാത പിന്നെ NH-66 അതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കേരളത്തിൽ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു. വയനാട് മലയിടിച്ചിലുണ്ടായ വയനാട് വേറൊരു തലത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റിക്കൊണ്ട് വയനാടിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള തുരങ്കപാത കൂടി സജ്ജമാക്കുമ്പോൾ UDF ഇതിനെല്ലാം എതിർക്കുമെന്ന് പറയുന്ന അത് തീർച്ചയായിട്ടും വികസന വിരോധികളായി തന്നെ മുദ്ര കുത്തപ്പെടുകയല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് UDF-ന് ഇതൊക്കെ കണ്ട് ചങ്കിടിക്കാതെ നിൽക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രതീക്ഷകളും അറ്റുപോകല്ലേ. കാര്യം സർക്കാർ ഇനിയിപ്പം വയനാട്ടിലെ ടൗൺഷിപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ മനോരമയുടെ തന്നെ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഇടിവല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി, ജനസമ്മതി കൂടി വരികയാണ് ഫെബ്രുവരി അവസാന വാരത്തിലേക്ക് എത്തുമ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം പിണറായി വിജയൻ നടത്തി, പിന്നെ നമ്മുടെ മുണ്ടക്കൈ ചൂരൽമലയിൽ നടത്തിയിരിക്കുന്ന ടൗൺഷിപ്പ് ഉദ്ഘാടനം വരെ എത്തി നിൽക്കുമ്പോൾ ആ മന്ത്രിസഭ ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നവരിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ UDF ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റും ആലോചിച്ച് നോക്കും. അപ്പൊ ഇതിനെല്ലാം എതിർത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ ഏതൊരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ വന്നാലും അതെല്ലാം ആര് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നതാണ്. നമ്മൾ ഏത് കിഫ്ബി വഴിയാണ് ഇതിപ്പോൾ നടക്കുന്നത്. 2000 ചില്ലോനം കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. കിഫ്ബിയാണ് അതിന് പണം മുടക്കുന്നത്. അത് കൊങ്കൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് കൊങ്കൺ ടീമാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. കൊങ്കൺ തുരങ്കം ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പൊ അവരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഒരു പ്രസക്തി വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് മൂലം വയനാടിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വയനാടിനെ സംബന്ധിച്ച് യാത്രാ ദുരിതം എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്നു. ഇപ്പൊ ഒരു തൊട്ടടുത്ത് ഒരു മികച്ചൊരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വയനാടുകാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള ഇവരുടെ ട്രാവലിംഗ് ഈസി ആകുന്നു. അതായത് 42 കിലോമീറ്റർ മണിക്കൂറുകളെടുത്ത് യാത്ര ചെയ്യുന്നതിനെക്കാട്ടി നല്ല വളരെ എളുപ്പത്തിൽ ഇവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയുമായി എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇനി ഒരു മഴയോ മണ്ണിടിച്ചിലോ ഉണ്ടായിരുന്നാൽ പോലും പേഷ്യൻസിനെ ഇവിടെ എത്തിക്കാൻ കഴിയുന്നു. അത് വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയോജനകരമായ ഒരു കാര്യമാണ്. അവിടെ ഓൾറെഡി ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയിരുന്നു. മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് തുക അനുവദിക്കുകയും അന്ന് ഇതുപോലെ തറക്കല്ലിടിയിൽ നടന്നതുമാണ്. പക്ഷേ കൃത്യമായ പഠനം നടത്താത്തതുകൊണ്ട് അവിടെ പരിസ്ഥിതി ലോല മേഖലയാണ്, അവിടെ ഇത്ര സ്റ്റോറേജ് ബിൽഡിങ്ങിൽ കൂടുതൽ അവിടെ പണിയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ആ പദ്ധതി താത്തു വെച്ചു. കല്ലിടിയിൽ നടന്നതാണ്. അതുകൊണ്ടാണ് K. രാജൻ ധൈര്യമായിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞത്, കല്ലിട്ടിട്ട് വെറുതെ പോകുന്നവരല്ല ഞങ്ങൾ, കല്ലിന് മുകളിൽ കല്ല് വെച്ച് വീണ്ടും അതിന്റെ മുകളിൽ കല്ല് വെച്ച് ഇതാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പിന്നെ അദ്ദേഹം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ടതാണ്, പക്ഷേ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അത് അങ്ങനെ തന്നെ കല്ല് അവിടെ തന്നെ ഇപ്പോഴും കാണും, ചിലപ്പോൾ മുളച്ച് കാണും. അപ്പോൾ അതായിരിക്കും ഇനി വെസ്റ്റേൺ ഘാട്ടായിട്ട് മാറിയെന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വയനാട്ടിൽ നിന്ന്, വയനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ 1-2 തവണയൊക്കെ നമ്മൾ വയനാട്ടിൽ യാത്ര ചെയ്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അത്ര മനോഹരമായ സ്ഥലമാണ്. ആ മനോഹരമായ സ്ഥലത്തെ
കണക്ടിവിറ്റി എന്ന് പറയുന്നത്, റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. തന്നെയല്ല, ആ പ്രദേശങ്ങളിൽ ഒരുപാട് ഗോത്രവർഗ്ഗക്കാരും താമസമുണ്ട്. ഇപ്പോൾ കുറിച്യർ, കുറുമ്പർ തുടങ്ങിയ ഒരുപാട് ആദിവാസി വിഭാഗക്കാരും ഈ വയനാടിന്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ഔട്ട്സ്കർട്സ് എന്ന് പറയത്തില്ലേ, സുൽത്താൻ ബത്തേരിക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നിരവധി ആളുകൾ അവിടെ കിടപ്പുണ്ട്. അവർക്കെല്ലാം പിന്നെ ഈ പറയുന്ന കോഴിക്കോട് എന്ന് പറയുന്നതാണ് സിറ്റി. അവരുടെ സിറ്റി, പ്രധാന സിറ്റി എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വലിയൊരു റോഡ് അല്ലെങ്കിൽ തുരങ്കപാത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും വയനാടുകാരുടെ ഒരു സ്വപ്നം തന്നെ. ഇനിയിപ്പോൾ ടൗൺഷിപ്പ് കാണാൻ പോകുന്നവർക്കും വളരെ എളുപ്പത്തിൽ ആക്സസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ടൗൺഷിപ്പായി ഇപ്പോൾ വയനാടിന്റെ മുഖച്ഛായ മാറുകയാണ്. കൽപ്പറ്റ ടൗണിനോട് ചേർന്നിട്ട് വലിയൊരു ടൗൺഷിപ്പ് ഉണ്ടാവുകയാണ്. ടൗൺഷിപ്പ് ഉണ്ടാവുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വയനാടിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പിക്ചറിൽ നിന്നും വളരെ വ്യത്യസ്തമായ, കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഒരു സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു വയനാടിനെ ആയിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു വലിയ മാറ്റമാണ് ശരിക്കും ഇടത് സർക്കാർ കൊണ്ടുവന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.